ഫോട്ടോ ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ ബൈ. അങ്ങനെ ഒരുവിധം ഓണം ഒരു സൈഡായി. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്? ഒരു പകുതി പേരുടെ അഭിപ്രായം എൻ്റെ ബ്ലൗസ് മാച്ച് അല്ല എന്നുള്ളതായിരുന്നു. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളില്ലേ? രസമുണ്ടോന്ന് പറയൂ, കമൻറ്റ് ബിലോ. ഇനി ഒന്ന് ഉറങ്ങിയാ മതി. സ്ഥിരം വർക്കാനാണ്. ക്യൂട്ടാണോ? ബൈ ബൈ. വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ്. ബൈ ബൈ. വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. മദ്രസയൊക്കെ പോയതായിരുന്നു ഷുട്ടു അല്ലേ? മദ്രസയിലൊക്കെ പോയി വന്നപ്പോ ഓണം ഡ്രസ് കാണിച്ചു കൊടുക്കുക. ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒറിജിനൽ അത്തപ്പൂക്കളം. അതെ, നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇപ്പം വീട്ടിലെത്തി. നമ്മളിപ്പം വളരെ ഒറിജിനലായിട്ടുള്ള അത്തപ്പൂക്കളം ഇട്ടിട്ടാണ്. സോ മച്ച് ഒറിജിനൽ. നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഗെയിംസൊക്കെ കളിച്ച് ഓണം കളറാക്കാന്നൊക്കെ ഇരിക്കണം. We'll see how it's turned. പോസ്റ്റ് സദ്യ സെയിൻസ്. ഇതല്ല ആക്ച്വൽ സദ്യ സീന്. ആക്ച്വൽ സദ്യ സീന് ഞാൻ കാണിച്ചു തരാം. കാതുവിന്റെ കയ്യിൽ ഡമ്പലാണ്. അഞ്ചു പാലട പായസം ഉണ്ടാക്കി തന്നിക്കണേ. നമുക്കത് കുടിച്ചു നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഈ പെണ്ണെന്താ ഇങ്ങനെ മുടി കെട്ടിയിരിക്കുന്നു? മുടി കെട്ടിയത് അങ്ങനെയല്ലേ കാശ്. ഞാൻ നല്ല ജംഷേലിനെക്കാളും നന്നായിട്ടാണ് ഞാൻ മുടി കെട്ടിയത്. പിന്നെ കാറ് മിസ്സിങ് ആയി, അത് മിസ്സിങ് ആയി, ഇത് മിസ്സിങ് ആയി. അപ്പോൾ
ദേഷ്യം വന്നിട്ട് ഞാൻ മുടി കെട്ടിയതാണ്. ഞാൻ ഈ പെണ്ണ് അങ്ങനെ ചെയ്തു അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആരംഭിച്ചു. അങ്ങനെ ആരും വിചാരിക്കരുത്. ആവണിരാവ് മനസ്സാകിതിലാവ്. പൂക്കളും കാണിച്ചു തരാം. പൂക്കള് ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഒരു മിനിറ്റ് ഞാനും ഓണപരിപാടിന്റെ പര്യവസാനത്തിലെത്തിരിക്കുകയാണ് ഞങ്ങള്. ഓണത്തല്ലോടുകൂടി ഞങ്ങൾക്കൊരു ടീമിലിരുന്നു. ഇപ്പൊ ഞങ്ങള് സെപ്പറേറ്റ് ഞങ്ങള് ഓണത്തിന്റെ ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഗെയിംസ് കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തല്ല ആണ് നമ്മുടെ ഈ വ്ളോഗിന്റെ അവസാനം. സോ കാണിച്ചാൽ രണ്ട് ടീം സെലക്ട് ചെയ്യാണ് ഈ കാണുന്നത്. ഈ ഗെയിമോട് കൂടി എല്ലാരും തെറ്റിപ്പിരിയണമാകുന്നു. എല്ലാരും ഒരു സൈഡിൽ. ഉടായ്പകൾ എല്ലാരും ഒരു ഗ്രൂപ്പിലാണ്. കൊള്ളാം. അതാണ് ടീം എ. ഇല്ല, ഫറുഖും 5 പെണ്ണുങ്ങളും. ആസ്ന ഈസ് ദ ടീം ലീഡർ. ടീം ബി ഞാനും 5 ആണുങ്ങളും. വിത്യാശു ആൻഡ് ഫുൾ ബോയ്സ്. This is game monitor come game coordinators. That is these 2 people are vice coordinators. ഫാറൂഖും പെണ്ണുങ്ങളും. സ്വീറ്റ് മൂക്കിലേക്ക് കൊണ്ടുപോയാൽ ഔട്ടായി. സോപ്പ് വായിലേക്ക് അടുത്തത് പെൻസിൽ ബോട്ടിൽ കാലി ബോട്ടിലാണ് വെക്കും. നിങ്ങളുടെ മൂക്കിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ ഒരു പെൻസിൽ വെച്ചിട്ട് അവിടുന്ന് നടന്നിട്ട് ആ ബോട്ടിൽ കൃത്യമായിട്ട് കൊണ്ടുപോയി. നടക്കോ കാര്യങ്ങളോ ശ്രദ്ധിക്കണം. ഫോൾട്ട് കണ്ടാ പറയണം. ബലൂൺ വീഴാൻ ഓണത്തിന് ഇല്ല വീണ അവിടെ ടെൻഷനായി അല്ലാ ഞങ്ങളുടെ പ്രതീക്ഷയാണത്. കഴിച്ചാൽ മാത്രമേ പോയിന്റ് ഉള്ളൂ.
ഒന്ന് അനങ്ങൂ അനങ്ങൂ ഒന്ന് അനക്കൂ മെല്ലെ അനക്കിയ മൈലോ ഒരാള് അശൗട്ടായി മെല്ലെ മതി മെല്ലെ മതി അസ്ന മെല്ലെ Sweet, sweet, soap, sweet, sweet, soap, soap. ഔട്ടായി സ്വീറ്റ് പട്ടാമ്പി കുറച്ച് അടുപ്പിച്ചേക്ക്. ഓക്കെ സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ് 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 സ്വീറ്റ്. ഓക്കെ സോപ്പ് സ്വീറ്റ് 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 സോപ്പ് സോപ്പ്. soap sweet sweet soap 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 soap. Sweet sweet soap 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 sweet soap soap. അത് ആള് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ പറയാം. Sweet sweet soap soap sweet soap soap. ഷുട്ട് സൗണ്ട് വേണ്ട. നമ്മൾ about to finish our ഓണത്തല്ല്. അയ്യോ കണ്ണശൊക്കെ വമ്പൻ തല്ലായിരുന്നു. ദ ലാസ്റ്റ് പ്രോഗ്രാം സുന്ദരിക്ക് തൊട്ട് ദ ലാസ്റ്റ് പ്രോഗ്രാം സുന്ദരിക്ക് പെട്ട് തൊടൽ. സുന്ദരീസ് ഒന്ന് ടച്ച് ചെയ്യാൻ എങ്ങനെ മനസ്സിലാവാം? ഒറ്റ ടച്ച് അത് നേരെ കഴിഞ്ഞു. ആ ടച്ചുമ്മ കഴിഞ്ഞു. അതാണ് ഇത് ലെക്കാണ്, അല്ലാതെ കഴിവ് മാത്രമൊന്നല്ല. എനിക്കറിയാം 10 വരെ എണ്ണ കുത്തണം. 1 2 3 4 5 6 7 8. കുത്തി കുത്തി ഫുൾ സൈലന്റ് ആയിരുന്നല്ലോ. പേപ്പറിന് കോർണറൊക്കെ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തോട്ടെ കൊടുത്തോളാം.
വിഷ്ണു പ്ലീസ് പ്ലീസ് അവള് കറക്റ്റാ ചെയ്യുന്നത്, അവള് ക്വാളിറ്റി ചെയ്തിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഈ എവിടൊക്കെ പോയി ഇങ്ങനെ തലോട് പറയൂട്ടോ. ഞങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് അറിയിച്ച ടൈമിന് നമ്മൾ പറയും. എന്റെ കറക്റ്റ് മുന്നിലാണ് ഫോട്ടോ ഉള്ളത്, എനിക്ക് ഈ കുത്താം. നമ്മൾ പറഞ്ഞിട്ട് വിഷ്ണുവിനെ പറഞ്ഞിട്ടുണ്ട്, അവളെ കുറച്ചുകൂടെ നേരെയായി കൊടുക്കാം. കണ്ണിന് നേരെയാണ് പിക്ചർ ഉള്ളത്. ഓക്കെ, കുത്തിക്കോ. ഹൈറ്റ് നോക്കി കുത്തിയാൽ മതി. അയ്യോ കമന്റ് ചെയ്യരുത്, കമന്റ് ആ ചാൻസ് ഇവിടെ കഴിഞ്ഞു, ആ ചാൻസ് ഇവിടെ കഴിഞ്ഞു. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ടുള്ളത് നിതുല. ടീം പാതാളം. എന്റെ കൂടെ തോറ്റിരിക്കുന്ന ആടുന്നു ആടുന്നു. ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ പോയിന്റ്സ് കൂടി സമ്മാനം നേടിയിരിക്കുന്നത് നിതുലയാണ്. ഇതില സമ്മാനം വാങ്ങാൻ പോകുന്നു ഗായ്സ്. ഇതിലൊക്കെ ഇതിനുള്ള സമ്മാനം പ്രത്യേകം മാതൃകയാവുന്നതായിരിക്കും. ലോകത്തിനോട് ഈ രണ്ട് സത്യം വെച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ സത്യം ഇവരുണ്ടായത് മാത്രം ജയിച്ചെടുത്ത ടീം. രണ്ടാമത്തെ സത്യം അർജന്റീനനെ ഫിഫ എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതേപോലെ മാനേജ്മെന്റ് സപ്പോർട്ട് അങ്ങോട്ടേക്കായിരുന്നു. മാനേജ്മെന്റിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. ആദ്യം ഞാനോ പിന്നെ എത്തിയില്ലേ ഞാൻ കൊറേ കഴിഞ്ഞിട്ടാ പോയത്. പക്ഷേ ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഗെയിം സക്സസ്ഫുള്ളി അലമ്പില്ലാതെ നടത്തിയ ഞാനും റാഫിക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനൊരിക്കലും നിങ്ങള് പക്ഷപാതം ഈ ടീം നല്ല സ്പിരിറ്റുള്ള ടീമായിരുന്നു. 3-3 അതില് ഒന്ന് കള്ളത്തരം ഞങ്ങൾ ഇന്ന് കളിച്ച ഗെയിമില് സെക്കൻഡ് ആയി. മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻസ് ആയിരിക്കുന്ന ടീം പാതാളത്തിന് ഓവറോൾ ചാമ്പ്യൻസ് എനിക്ക് താങ്ക് യു ഷബീർ അങ്കിൾ. പട്ടാമ്പി വിഷ്ണു. ഇത് കപ്പ് വാക്കിങ്.
ഉടായ്പിലിട്ട് കപ്പ്. സ്റ്റേജിന്റെ പക്കത്ത് ഇങ്ങനെ വെക്കണം. മുഹമ്മദ് റയീസ് അതായത് 2026 ഓണം പരിപാടിന്റെ ഒരു ഓവറോൾ കൺക്ലൂഷൻ എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ പാതാളത്തിനെ പ്രതിനിധീകരിച്ച് ഞാനും ഉദാഹരണ മഹാബലിനെ നമ്മള് 2024 ഇതുപോലത്തെ ഒരു ഓണം പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രോഗ്രാമിനെക്കാളിലും വളരെ 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 ഉയരങ്ങളിൽ നിൽക്കുന്നതാണ് ഈ പ്രോഗ്രാം. എന്നൊക്കെ കൊണ്ട് അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് കോർഡിനേഷൻ ആയിട്ടുണ്ട്, പ്ലാനിങ് ഉണ്ട്, അതെ നമുക്കത് ഫീൽ ചെയ്യും. ഇതിൽ ഒരുപാട് എഫേർട്ട് എന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യും. സോ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫാറൂഖാണ്. അങ്ങനെ സാബിക്ക് ഏറ്റെടുത്തതായിരുന്നു. എന്നത്തെയും നല്ല രസമുണ്ട് സീരി. എന്നത്തെയും പോലെ അവസാന നിമിഷം സാബിക്കിന് പറ്റിയില്ല. പക്ഷെ കൂട്ടുകാരനെ സഹായിച്ച് ഫാറൂഖ് ഹൊറിസോണിൽ നമുക്ക് അടിപൊളി സദ്യ സെറ്റാക്കി തന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് പട്ടാപ്പി നാളെ ഇതുണ്ടല്ലോ, മെസ്സി മറ്റേ കപ്പിടിച്ചിട്ട് ഫോട്ടോയിൽ ബെഡിൽ ഉറങ്ങണ ആയിട്ടാണ് കിട്ടുള്ളൂ. വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. അത് നമ്മളെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. ബട്ട് അങ്ങനത്തെ ഒരു മടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കൂടെ പെട്ടെന്ന് തന്നെ അതായത് കൂറ ടീമിൽ പെട്ട് ആളാണ്. പിന്നെ റാഫിക്ക് ഷബീർ പറഞ്ഞത് നമ്മളെ ഇതില് ഇതുവരെ ഗെയിം നടത്തിയതിൽ സക്സസ് ആയി നടന്ന പ്രത്യേകിച്ച് നിഖിലിന് വിഷ്ണുനൊക്കെ മാനേജ് ചെയ്യാന്ന് വെച്ചാല് ഇവനൊക്കെ ഉണ്ടായിട്ട് ഗെയിം ഫുള്ളാക്കിയില്ലേ. ടീം പാതാളത്തിന്റെ എന്തൊക്കെ സ്ട്രാറ്റജി എന്തായിരുന്നെങ്കിൽ തോൽക്കാണെങ്കിൽ തോറ്റോട്ടെ, പക്ഷെ മാന്യമായിട്ട് അതെ അതെ അതാണ് ഒരു ഉടായ്പ ഇല്ലാണ്ട് ജീവൻ പോയാലും തോൽക്കാൻ പാടില്ല. ഫോട്ടോഷൂട്ടിന്റെ സ്ഥലം ഗ്രാൻഡ് മാസ് ഇപ്പൊ ഞാനും പറഞ്ഞിരുന്നു അത് അത്ര വലിയ സ്ഥലമാണ്. അടിപൊളിയായിരുന്നു, അടിപൊളി ഏരിയായിരുന്നു. ഫോട്ടോഷൂട്ടിന് ഏറ്റവും കൂടുതൽ നേരം കുട്ടിയെ നോക്കിയ വെയില് കൊണ്ട് എഫേർട്ട് എടുത്ത് ഒരു മടിയില്ലാതെ ഒരു മടുപ്പ് കൂടാതെ ഫോട്ടോ എടുത്ത് പോയിന്റ് മിസ്സായി. ഇന്നത്തെ ദിവസം കളർഫുൾ ആക്കി നമ്മളെ ടെൻഷൻ അടുപ്പിച്ച റാഫിക്ക ചാവി നഷ്ടപ്പെടുത്തി നമുക്ക് വേണ്ടി ഒരുക്കി. അത് നമ്മുടെ ടീമിന്റെ തലവരാണ്. അടുത്ത പരിപാടിക്ക് ആരെന്ന് മാത്രം നോക്കിയാൽ മതി. സമയോചിതമായി ജംഷി അതിൽ ഇടപെടുകയും കറക്റ്റ് ഫോം വെച്ച് അതിന് ട്രാക്ക് മാറ്റി സ്ഥാനം ആത്മാർത്ഥതയോട് കൂടിയിട്ട് എല്ലാം സെറ്റാക്കി തന്ന വിഷ്ണുവിന് എങ്കിലും എല്ലാ ഗിഫ്റ്റുകളും ഒറ്റയ്ക്ക് ചെയ്തിട്ട് സാധിക്കണം. അതൊരു എൻട്രിയാണ്. എന്റെ എൻട്രി അടിപൊളിയാണ്. അതുപോലെ ഇനിയും ഗെയിമിന്റെ കോർഡിനേറ്റേഴ്സ് റാഫിക്കയും ഷെബറും